ഗരുഡന്റെ ജനനശേഷവും വിനതയുടെ ദാസ്യം തുടർന്നു വന്നിരുന്നു. ഒരു ദിവസം കദ്രുവിൻ്റെ മക്കൾ ഗരുഡനോട് ആവശ്യപ്പെട്ടു തങ്ങളെ നാഗലോകം കാണിക്കാൻ കൊണ്ടുപോകണം. ഇത് പുരാണങ്ങളിൽ പറയുന്ന പാതാളത്തിലുള്ള നാഗലോകമായിട്ടല്ല പറയുന്നത്, കടലിന് നടുക്കുള്ള ഒരു ദ്വീപ്. അങ്ങനെ കദ്രുവിനെ വിനതയും പാമ്പുകളെ ഗരുഡനും ചുമന്നുകൊണ്ട് നാഗലോകത്തിലേക്ക് യാത്രയായി. നാഗലോകം കണ്ടതിന് ശേഷം ആ സർപ്പങ്ങൾ ഗരുഡനോട് ആവശ്യപ്പെട്ടു, ഞങ്ങളെ മറ്റു ദ്വീപുകൾ കൂടി കാണിച്ചാലും, ധാരാളം മനോഹരമായ ദ്വീപുകൾ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നീ ഒന്ന് കാണിക്കുക. ഏറെ ചിന്താവിഷ്ടനായ ഗരുഡൻ എന്താണ് ഇപ്രകാരം സർപ്പങ്ങൾ തങ്ങളോട് ആജ്ഞാപിക്കാനുള്ള കാര്യം എന്ന് അമ്മയോട് ആരാഞ്ഞു. അപ്പോൾ അമ്മ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഗരുഡനെ വിവരിച്ച് കേൾപ്പിച്ചു. വളരെയേറെ വിഷമിച്ച ഗരുഡൻ എന്തു ചെയ്താലാണ് ശാപനിവൃത്തി ഉണ്ടാവുക എന്ന് ആ സർപ്പങ്ങളോട് ചോദിച്ചു. അതായത് താൻ എന്തു ചെയ്തു തന്നാൽ തന്നെ ഈ ശാപത്തിൽ നിന്ന് ഒഴിവാക്കാം എന്ന് ഗരുഡൻ സർപ്പങ്ങളോട് ചോദിക്കുന്നു. സർപ്പങ്ങൾ ആലോചിച്ചു മറുപടി പറഞ്ഞു, നീ അമൃതം കൊണ്ടു തരികയാണെങ്കിൽ ഞങ്ങൾ നിന്നെ ശാപത്തിൽ നിന്ന് ഒഴിവാക്കാം.